രജി സാറേ, സാർ ഈ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര നഷ്ടം വന്നേനെന്നറിയോ? അയ്യോ, ഈ രജീഷ് ഒരു അത്ഭുതങ്ങളുടെ നാടാണ് കേട്ടോ. പറ്റുവാണെങ്കിൽ സാറിനെ ഈ ഫ്ലോറിൽ ഇപ്പം കൊണ്ടുവരണേ. തീർച്ചയായും പറ്റുവാണെന്നുണ്ടെങ്കിൽ സാർ നമ്മൾ ശ്രമിക്കാം. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും രജീഷ് വരുത്തും. രജീഷ് ആയിരിക്കും നിങ്ങളുടെ അരവിന്ദ സ്വാമി. എന്താ നിങ്ങൾക്ക് ഇങ്ങനെ പുറകെ കൂടെ നടക്കണം. രജീഷേട്ടന്റെ ഫിഗർ ഷോ. സർ, എന്തായാലും നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഡ്യുവറ്റിന് ഒരാളെ കൂടെ കൊണ്ടുവരുന്നത്. നല്ല ഡിസിഷൻ. ആയിഷ മത്സരിക്കുന്നില്ല, നമ്മുടെ രേഷ്മയ്ക്ക് സപ്പോർട്ടായിട്ടാണ് ആയിഷ എത്തിയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, അനക്ക് എന്താ പറയാനുള്ള ചേച്ചി സുഖനല്ലേ? സാറേ നമുക്ക് കൂട്ട് കൂടണ്ട, നമ്മളെ ചോദിച്ചില്ല. നിങ്ങളോട് മൂന്നാളോട് സുഖനല്ലേ? ഞാൻ പറയില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് നമ്മളിങ്ങനെ എലിമിനേഷൻ കഴിഞ്ഞു. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പിന്നെ മോന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു രീതിയിലും. അപ്പൊ ഇപ്പം നോമ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെ ഒരു കോള്, ഐഷ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമല്ല, ഞാൻ കരഞ്ഞതായിരുന്നു. ഞാനിങ്ങനെ ഈ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ കോറസ് പാടാനെങ്കിലും വരാൻ പറ്റുമോ എന്നുള്ളൊരു രീതി. പക്ഷെ എന്നോട് പറഞ്ഞു കോറസ് അല്ല പാടുന്നത്, നീ കൂടെ പാടുന്നുണ്ട് എന്ന് പറഞ്ഞു. യെസ്, അത് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി, ഭയങ്കര സന്തോഷം. സന്തോഷത്തിനപ്പുറം പിന്നെ ഭയങ്കര സന്തോഷം തന്നെയല്ലേ. ഞാനും ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞ പൊട്ടത്തരായി പോകും. ഭയങ്കര സന്തോഷത്തിന് മിസ്സായി സാർ എന്നെ. എല്ലാ കുട്ടികളും ഞങ്ങൾക്ക് മിസ്. നമ്മള് എനിക്ക് പക്ഷെ ആരും ഇവിടുന്ന് പോയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് തുടങ്ങി ഇത്ര നേരം വരെ. കാരണം ഇടയ്ക്ക് നിങ്ങളെ കാണാൻ കിട്ടുന്നുണ്ട്, അല്ലാത്ത രീതിയിൽ കാണാൻ കിട്ടുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് എല്ലാരും എനിക്ക് കാണാൻ കിട്ടി. അപ്പൊ അതാരണം ഞാൻ ഹാപ്പിയാണ്. പിന്നെ അതേപോലെ തന്നെ രഞ്ജിനി ചേച്ചി, ഇപ്പൊ നമുക്ക് പോയി കഴിഞ്ഞിട്ട് പോലും ഈ ഫ്ലവേഴ്സ് മാത്രം ഇങ്ങനെ തരൂ കേട്ടോ. നമുക്ക് പിന്നെ ഇത് ഈ എന്താ അതിനെ പറയാ, നമുക്ക് പിന്നെ വോയിസിന്റെ കുറച്ച് കാര്യങ്ങൾ ക്ലാസ് ഒക്കെ ചേച്ചി എടുത്തോന്നു. അതൊരു വലിയ കാര്യമായി പോയി. രഞ്ജിനിക്കൊരു ബിഗ് അപ്ലോസ്. രഞ്ജിനി ഈ കുട്ടികളൊക്കെ എല്ലാം പോയ കുട്ടികളൊക്കെ എല്ലാവർക്കും രഞ്ജിനി ക്ലാസ് എടുത്തു കൊടുത്തു. രഞ്ജിനി അതങ്ങ് തുടർന്നോട്ട് രഞ്ജിനി കേട്ടോ. എത്ര രഹസ്യങ്ങളല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഗ്രൂപ്പിൽ ആഡ് ചെയ്തു, നമ്മള് പേഴ്സണൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. നമുക്ക് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ രമ്യ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ തന്നെ രജീഷന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് നമുക്ക് എല്ലാരെയും വിളിക്കാം. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് വെറുതെ ഇവിടെ ഇരുന്നോണ്ട് പറയുന്നതല്ല, എത്രയോ നമ്മൾ ഷോസ് ചെയ്തിട്ടുണ്ട് ടിവിയിലൊക്കെ. ഇത്രയും ഹൃദ്യമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, ബാക്കിയുള്ളവരെ പറ്റി ആലോചിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് കിട്ടുന്നത് വളരെ ഉണ്ടല്ലോ. സാധാരണ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് ചെവി പറയുന്നതാ, ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. രജീഷ് രോമാഞ്ചിത പുളകിതരായി പുളകിത ഗാത്രനായി പോയി.